MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്നതിൽ സർക്കാർ ഇപ്പോൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. തുടർ നീക്കങ്ങൾ എങ്ങനെയാകുമെന്നതിൽ റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. റിനു, ഇതിൽ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു ക്രിമിനൽ കേസ് പ്രതിയാവുകയും കുറഞ്ഞത് 2 വർഷമെങ്കിലും തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്താൽ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടും എന്നതാണ്. അപ്പോൾ ഇവിടെ അത് ഏത് തരത്തിലേക്കാകും മുന്നോട്ട് പോവുക എന്നതിലൊക്കെ ഒരു ആശയക്കുഴപ്പമുണ്ടോ? നിയമോപദേശം തേടുന്നു സർക്കാർ എന്ന് പറയുമ്പോൾ ഇതിനോടകം തന്നെ സ്പീക്കർക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നടപടികളുടെ SIT റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാകും അതിലെ തുടർ നീക്കങ്ങൾ? റിനു. അനുജ, 3ാം വട്ടവും ബലാത്സംഗ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്ന ഒരു MLA, ഈ MLAക്കെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കടുത്ത നടപടിയിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് നിയമസഭാ വൃത്തങ്ങളിൽ നിന്നൊപ്പം AN ഷംസീർ തന്നെ കഴിഞ്ഞ ദിവസം അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. പക്ഷേ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും എന്നുള്ളതാണ്. അയോഗ്യനാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. പക്ഷേ അത് ഏത് രീതിയിൽ എന്നുള്ളതാണ്. നിലവിൽ അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് ആന്റണി രാജുവിൻ്റെ കേസ്. 2 വർഷത്തിലധികം ശിക്ഷ വന്നു. തുടർന്ന് സ്വാഭാവികമായും അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ നിലവിൽ ഈ കേസ് അങ്ങനെയല്ല എന്നുള്ളതാണ്. ഈ രാഹുൽ മാങ്കൂട്ടം MLA കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടിട്ടില്ല. ഒരു കേസിൽ റിമാൻഡിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഏത് തരത്തിലായിരിക്കണം നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമോപദേശം, ആ നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആ നിയമോപദേശം ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും നിയമ നടപടികളുമായി AN ഷംസീർ പോവുക, സ്പീക്കർ പോവുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങൾ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ മാധ്യമങ്ങളെ കണ്ട് കടുത്ത നടപടിയിലേക്ക് പോകും, അത് നല്ല സന്ദേശം, അല്ലെങ്കിൽ നടപടി എടുത്തില്ലെങ്കിൽ അത് നല്ല സന്ദേശമല്ല നൽകുക എന്നടക്കമുള്ള വിശദീകരണം മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ SIT രേഖാമൂലം തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നും റിമാൻഡിലേക്ക് പോയിട്ടുണ്ട് എന്നും ഇയാൾക്കെതിരായിട്ടുള്ള, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായിട്ടുള്ള വകുപ്പുകൾ, കുറ്റങ്ങൾ ഇന്നതാണെന്നടക്കം രേഖാമൂലം സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട്. രേഖാമൂലം സ്പീക്കർ അറിയിച്ചത് കൊണ്ട് തന്നെ സ്പീക്കർ കൃത്യമായി തന്നെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. നിയമോപദേശം തേടിയിട്ടുണ്ട്. ഈ നിയമോപദേശം ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും അയോഗ്യനാക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് പോവുക. നിലവിൽ അത്തരം ഒരു നടപടി എന്താണ് എന്നുള്ളത് വരും സമയങ്ങളിൽ നമുക്ക് വിവരങ്ങൾ നൽകാൻ വേണ്ടി കഴിയും. അതാണ് സർക്കാർ എങ്ങനെയാണ് ഇതിൽ തുടർ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അറിയാനുള്ളത്. കടുത്ത നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിന്റെ നിയമവശങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സർക്കാർ നിയമോപദേശം തേടിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.